ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ആത്മസ്വരൂപരെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം സർവതന്ത്ര സ്വതന്ത്രതയുടെ വെളിച്ചം. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആത്മഭാവങ്ങളെ, 1888 ശിവരാത്രി നാൾ അർദ്ധരാത്രി നെയ്യാറിലെ ശങ്കരൻകുഴി എന്ന ആഴമേറിയ ഭാഗത്ത് ഗുരുദേവൻ മുങ്ങി. വളരെ നേരത്തിനു ശേഷം ഒരു ശിലാഖണ്ഡവുമായി പൊങ്ങിവന്നു. അരുവിപ്പുറത്തെ ഒരു പാറ പീഠമാക്കി ആ ശിലാഖണ്ഡത്തെ ശിവലിംഗമായി സങ്കൽപ്പിച്ച് പ്രതിഷ്ഠിച്ചു. അനന്തരം ക്ഷേത്രചുവരിൽ ഈ സന്ദേശം ആലേഖനം ചെയ്തു: ഒരു മനുഷ്യന്റെ ഉള്ളടക്കമെന്നത് 3 ഘടകങ്ങളുടെ പൂർണ്ണമായ ചേരുവയാണ്. ശരീരം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ അന്ധകരണങ്ങളുടേതായ ആന്തരിക തലം. ശരീരത്തെയും ആന്തരിക തലത്തെയും സംയോജിപ്പിക്കുന്നതായ ഒരു ശക്തി ചൈതന്യം. ഇവയാണ് ഈ 3 ഘടകങ്ങൾ. ഇവയുടെ സമ്യക്കായ ഏകോപിപ്പിക്കലിലാണ് മനുഷ്യന്റെ അസ്തിത്വം. ഈ ലോകത്തിന്റെ ഏതു കോണിലുള്ള ഏതൊരു മനുഷ്യനിലായാലും ഇക്കാര്യത്തിൽ വ്യത്യാസമില്ല. ഏതു മനുഷ്യനും ഉറങ്ങുന്നതും ഉണരുന്നതും ചിന്തിക്കുന്നതും ഓർമ്മിക്കുന്നതും സ്വപ്നം കാണുന്നതും അനുഭവിക്കുന്നതും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതുമെല്ലാം ഒരേ ബാഹ്യാഭ്യന്തര ഘടനകൾക്ക് വിധേയമായിട്ടാണ്. ഇതെല്ലാം മനുഷ്യന്റെ ആത്മഭാവം ഏകമാണെന്ന സനാതന തത്വത്തിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതിനാൽ മനുഷ്യർ തമ്മിൽ ആത്യന്തികമായി ഭേദങ്ങളില്ല. ജാതിഭേദങ്ങളൊക്കെയും മനുഷ്യ സൃഷ്ടങ്ങളാണ്. ഇവയൊന്നും നിലനിൽക്കുന്നവയല്ല. പ്രപഞ്ച സൃഷ്ടാവായ ഈശ്വരന്റെ ദൃഷ്ടിയിൽ സമസ്ത മനുഷ്യരും സമന്മാരാണ്. സമസ്ത മനുഷ്യർക്കും ഈശ്വരനും സമനാണ്. ഒരാളും മറ്റൊരാളിൽ നിന്നും അന്തിമമായി ഭിന്നരായിരിക്കുന്നില്ല എന്ന സത്യബോധമുണ്ടായാൽ എല്ലാ മനുഷ്യഹൃദയങ്ങളിലും ഈശ്വരീയത നിറഞ്ഞു കവിയും. ജാതി, മതം, ഭാഷ, ദേശം, കാലം തുടങ്ങിയുള്ള സങ്കല്പങ്ങളെല്ലാം അപ്പോൾ അസ്തമിക്കും. മനുഷ്യൻ സർവതന്ത്ര സ്വതന്ത്രനായിത്തീരും. ഈ സ്വതന്ത്രതയിലേക്ക് വെളിച്ചം കാണിക്കുന്ന ആത്മദീപത്തിന്റെ പ്രകാശമാണ് ഈ ചതുഷ്പതിയിലൂടെ പ്രസരിക്കുന്നത്. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.